നല്ലവരായ കേരള സമാജം അംഗങ്ങളുടെയും സ്പോൺസർമാരുടെയും സഹായത്താൽ ഈ COVID-19 പശ്ചാത്തലത്തിലും കേരള സമാജത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ഇവിടെ അവസരമൊരുക്കിയ നമ്മുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ജോസ് വെമ്പാലയ്ക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. Next. വിളിക്കട്ടെ ഇത് വരില്ല. Here in Florida right now in Miami with the Kerala Samajam friends, my colleagues who are here working with the community closely. വരവായി തിരുവാതിരയാടാം തിരുമുറ്റത്തു ഞാലാടാം. മടക്കത്താനം അസീസി സ്നേഹവീടിന് സൗത്ത് ഫ്ലോറിഡ കേരള സമാജം ഓണക്കോടിയും ഓണസദ്യയും നൽകി. ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അമേരിക്കയിലുള്ള
മലയാളികളുടെ കൂട്ടായ്മയായ കേരള സമാജം സൗത്ത് ഫ്ലോറിഡ, അവിടെയുള്ള മലയാളി സുഹൃത്തുക്കൾ വടക്കത്താനത്തുള്ള അസീസി സ്നേഹവീട് എന്ന ഈ സ്ഥാപനത്തിന് അവരുടെ ഓണസമ്മാനമായി നൽകിയ ഈ ഓണക്കിറ്റും ഓണസദ്യയും തീർച്ചയായും ഇവിടെയുള്ള 100-ൽ പരം അന്തേവാസികൾക്കും ഇവിടെ സേവനം അർപ്പിക്കുന്ന സിസ്റ്റേഴ്സിനും മറ്റ് ജീവനക്കാർക്കും ഏറ്റവും സന്തോഷമുളവാക്കുന്നൊരു കാര്യമാണ്. ഈ ഓണക്കാലത്ത് ഇവരെ പുറം ലോകം മറക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ ഈ സദ്യയും ഈ ഓണക്കിറ്റ് വിതരണം നടന്നത്. കേരള സമാജം സൗത്ത് ഫ്ലോറിഡയുടെ നേതൃത്വത്തിലുള്ള അസീസി സ്നേഹവീട്ടിലേക്ക് ഓണക്കിറ്റും ഓണസദ്യയുമായി കടന്നു വന്ന സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ മക്കൾക്ക് വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്ന്. ഇവരിലൂടെ ഇന്ന് അത് എന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങൾ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കലൂർക്കാട് സ്വദേശി സയോബിൻ മാത്യുവിന് കേരള സമാജം സൗത്ത് ഫ്ലോറിഡ നൽകുന്ന 3 ലക്ഷം രൂപ കൈമാറി. PJ ജോസഫ് MLA ആണ് തുക കൈമാറിയത്. കേരള സമാജം സൗത്ത് ഫ്ലോറിഡ നൽകുന്ന ഈ ചികിത്സാ സഹായം വളരെ വിലപ്പെട്ടതാണ്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു വലിയ ഉദ്യമമാണിത്. തീർച്ചയായിട്ടും അതിന് നല്ല ഫലങ്ങളുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. സൗത്ത് ഫ്ലോറിഡയിലെ എല്ലാ മലയാളി പ്രവാസികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ചെറിയ സംഭാവന ചെയ്യുന്നതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇനി പ്രാർത്ഥനയിൽ ഓർക്കുമെന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നു. വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി ബദാന്യ കുടുംബത്തിൻ്റെയും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡ എന്ന സംഘടനയുടെ ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുന്നു. നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തന്ന വിലയേറിയ സംഭാവനകൾ ഞങ്ങൾക്കിന്ന് ക്രിസ്മസിന് എല്ലാ അമ്മച്ചിമാർക്കും ഞങ്ങൾ രാവിലെ തൊട്ടുള്ള ഫുഡുകളും നിങ്ങൾ നല്ല രീതിയിൽ ഒരുക്കി കൊടുത്തു. ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിമാർ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തെയൊക്കെ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. Charity is always part of Kerala Samajam. I would like to invite Reverend Father David Chiramal to inaugurate this year's charity event for Kerala Samajam. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേരള സമാജത്തിന്റെ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
പെയിന്റിംഗ് ജോലിക്കിടയിൽ വീണ് അപകടം പറ്റി കിടപ്പിലായ പാവറട്ടി കുറ്റിക്കാട് വിൽസന് സഹായധനം നൽകിക്കൊണ്ടാണ് കേരള സമാജം ഓഫ് ഫ്ലോറിഡയുടെ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. സഹജീവികളോടുള്ള സ്നേഹത്തിന് രാജ്യത്തിന്റെ അതിർത്തികൾ പോലും തടസ്സമല്ലെന്നും മനുഷ്യ സ്നേഹത്തിന്റെ വലിയ മാതൃകകളാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് ഫാദർ ഡേവിസ് ചിറമൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻവർഷത്തെ പോലെ ഇത്തവണയും ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അമേരിക്കയിൽ കഴിയുന്ന മലയാളികളുടെ ഹൃദയത്തിലെ സ്നേഹമാണ് ഇന്നിവിടെ വിൻസന്റെ ജീവിതത്തിലെ ആശ്വാസമാണ്. പേരിലല്ല പ്രധാനം, നമ്മുടെ സ്ഥാനത്തിലല്ല പ്രധാനം, നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയിലാണ്. ആ നന്മ ഇവിടെ പ്രകാശിക്കുകയാണ്. ഫ്ലോറിഡയിലെ കേരള സമാജത്തിലെ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെയാണ് നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നന്മയുടെ പ്രകാശനോട്ടെന്ന് പറയുന്നത്. Thank you, Reverend Father David Charamel. Next, Kerala Samajam would like to share some of the projects, charity projects that has been done so far. നമസ്കാരം. ഞാൻ ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് ബിജി ബെന്നി. എൻ്റെ വാർഡിൽ ശ്രീമതി സിനി യോഹന്നാൻ എന്ന് പറയുന്ന ഏകദേശം 3 വർഷത്തോളമായി ക്യാൻസർ ബാധിതയായി കിടപ്പിലാണ്. കേരള സമാജം സൗത്ത് ഫ്ലോറിഡ എന്ന സംഘടന ശ്രീമതി സിനി യോഹന്നാനെ സഹായിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ തുക ഞാൻ ശ്രീമതിക്ക് കൈമാറുന്നു. ഏതാണ്ട് 500ഓളം വരുന്ന ഫാമിലി അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് കേരള സമാജം. ഏതാണ്ട് 38 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാവരും മലയാളികളും ചേർന്ന് സ്വരൂപിച്ചിട്ടുള്ളതാണ്. അവർ തുച്ഛമായി സംഘടിപ്പിച്ചിട്ടുള്ള പൈസകൾ ചേർത്ത് വെച്ച് ഇപ്പം നമ്മുടെ രാജ്മോഹൻ പറഞ്ഞ പോലെ 7.5 ലക്ഷത്തോളം രൂപ ഈ വീൽ ചെയറിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാം. തീർച്ചയായും ഈ അവസരത്തിൽ നമുക്ക് കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡയോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ സൗത്ത് ഫ്ലോറിഡയിലെ കേരള സമാജത്തിന്റെ നേതൃത്വം കൊടുക്കുന്നവരെയും അതിലെ അംഗങ്ങളായിട്ടുള്ളവരെയും ഞാൻ പ്രത്യേകമായിട്ട് വളരെ സ്നേഹത്തോടെ അനുസ്മരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന, എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല, എല്ലാവരെയും പ്രത്യേകിച്ച് ഇവിടെ പേരെടുത്ത് പരാമർശിച്ച ശ്രീ സാജു വടക്കേലിനെ, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചവരെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ജീവിതത്തിന്റെ പ്രത്യേകമായ, പ്രകൃതിയുടെ പ്രത്യേകമായ ഇടപെടൽ മൂലം മാറി നിൽക്കേണ്ടി വരുമായിരുന്ന വ്യക്തികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണ് ഈ വീൽചെയർ വിതരണം. അമേരിക്കയിലെ മലയാളി സമാജം സൗത്ത് ഫ്ലോറിഡയിലുള്ള മലയാളി സമാജത്തിന്റെ പ്രവർത്തകർ, പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് വാലിയിൽ, വൈസ് പ്രസിഡന്റ് ഡെൽവിയ വാതിലിൽ, സെക്രട്ടറി മിസ്റ്റർ ജെയിംസ് മറ്റപ്പറമ്പത്ത്, അതിന്റെ ട്രഷറർ മോൻസി ജോർജ് എന്നിവർ 100 വീൽ ചെയർ ഇവർക്ക് കൊടുക്കാം. അതിനുവേണ്ടി ആരെ ഉപകരണമാക്കി? ഹോപ്പ് ഫൗണ്ടേഷന്റെ നേതാവ് ജയ് നരേഷിനെ ഒരു ഉപകരണമാക്കി. ചെറിയ കാര്യമല്ല. ഈ മലയാളി സമാജത്തിന്റെ പ്രവർത്തകര്, സൗത്ത് ഫ്ലോറിഡയിലുള്ള പ്രവർത്തകര് ഈ ഒരു 100 വീൽ ചെയർ നൽകുന്നതിലൂടെ ചെയ്തിട്ടുള്ളത്. നമസ്കാരം. ഞാൻ റണ്ണി, കോട്ടയം ജില്ലയിലെ ചേർപ്പ് സ്വദേശിയാണ്. ഒരു തെങ്ങേറ്റ തൊഴിലാളിയായ ഞാൻ സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഒരു 4 മാസം മുമ്പ് തെങ്ങിൽ നിന്നും വീണ് എനിക്കൊരു ഗുരുതരമായ പരിക്ക് പറ്റി. എൻ്റെ വലത്തുകാലിൻ്റെ തുടയിലിൻ്റെ അസ്ഥി ഒടിഞ്ഞ് ഇപ്പോൾ കമ്പി ഇട്ടിരിക്കുകയാണ്. നല്ലവരായ മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ജീവിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടത്തുകാരൻ്റെ പരിക്ക് ഈ അടുത്ത നാളിലാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ കിടമ്പുഴ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ഓപ്പറേഷൻ മാത്രം ചിലവ് 50 രൂപ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോവിഡ് പിടിച്ചിരിക്കുന്ന കാലത്ത് എന്നാ ചെയ്യണമെന്ന് ഞാനിങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. ആ സമയത്താണ്
ഫ്ലോറിഡയിലെ കേരള സമാജം പ്രവർത്തകർ എന്നെ സഹായിക്കുവാനായി മുന്നോട്ട് വരുന്നത്. അപ്പം ഈ ആശുപത്രിയിലെ ചെലവിനുള്ള മുഴുവൻ പൈസയും, ഓപ്പറേഷനുള്ള ആവശ്യമായിരുന്ന മുഴുവൻ പൈസയും അവർക്കന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ സമാജത്തിലെ ഓരോ പ്രവർത്തകരോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടും ഞാനും എൻ്റെ കുടുംബവും സമർപ്പിക്കുകയാണ്. അതുപോലെ സമാജം പ്രസിഡന്റ് ശ്രീ ജോർജ് സാറിനെയും സെക്രട്ടറി ജെയിംസ് സാറിനെയും ട്രഷററായി പ്രവർത്തിക്കുന്ന മോൻസി സാറിനെയും ഈ അവസരം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് വ്യാഴാഴ്ച നടക്കുന്ന ഓപ്പറേഷനിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ കുടുംബത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. Good morning everybody. This is George Malil, President of Kerala Samajam. We are doing a blood drive, blood donation event today in association with on this day of India's Independence Day, 75th Independence Day. So we are here in front of the big bazaar in Cooper City with 3 buses ready to take your blood, and I already did mine. We are doing this in association with oneblood.org. We have their associate here, Yali. Please, she will talk about what they are doing today. Hi Yali. കേരള സമാജം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ച് പറയാം. ഏതൊരു കുടുംബത്തിന്റെയും വലിയ ഒരു സ്വപ്നമാണ് താമസിക്കാനുള്ള ഒരു വീട് എന്നത്. ശ്രീ ജോജി ജോണിന്റെ നേതൃത്വത്തിൽ കേരള സമാജം പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ ചിത്രങ്ങൾ നമുക്കാദ്യമായി ഒന്ന് കാണാം. കേരള സമാജം ഈ വർഷം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചാരിറ്റി പ്രോജക്റ്റാണ് കേരളത്തിലെ നിർധനരായ വികലാംഗർക്ക് വീൽ ചെയർ സംഭാവന ചെയ്യുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 25 വീൽ ചെയറുകൾ വിതരണം ചെയ്തു. കേരളത്തിൽ ഇനിയും അർഹരായവരെ കണ്ടെത്തിയാൽ അവർക്ക് വീൽ ചെയർ സംഭാവന ചെയ്യുവാൻ കേരള സമാജം സന്നദ്ധമാണ് എന്ന് അറിയിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് 2 സ്ഥലങ്ങളിലായി 5 വീൽ ചെയറുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അതിന്റെ റിപ്പോർട്ടിലേക്ക്. കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ നേതൃത്വത്തിൽ വീൽ ചെയറുകൾ വിതരണം ചെയ്തു. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ വെച്ച് നടത്തിയ വീൽ ചെയർ വിതരണം ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഫ്ലോറിഡയിലെ കേരള സമാജത്തിന്റെ പ്രധാന ലക്ഷ്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. 500-ലധികം കുടുംബങ്ങൾ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന കേരള സമാജം 38ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കേരള സമാജം പ്രസിഡന്റ് ജോർജ് മാലിയൽ, വൈസ് പ്രസിഡന്റ് ഡെൽവിയ വാതിലിൽ, സെക്രട്ടറി ജെയിംസ് മാട്ടപ്പരമ്പത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വീൽ ചെയറുകൾ സംഭാവന ചെയ്തത്. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ വെച്ച് നടത്തിയ വിതരണ യോഗം ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന്
വേദനിക്കുന്ന വ്യക്തികളിലേക്ക് തങ്ങളുടെ സ്നേഹം പകുത്തു നൽകുവാൻ ഇവിടെ നേതൃത്വം നൽകുന്നവർക്ക് കഴിയുന്നതുകൊണ്ടാണ് ഈ വീൽചെയർ വിതരണത്തിന് ഈ സ്നേഹമന്ദിരം തിരഞ്ഞെടുക്കപ്പെടുവാനായിട്ട് ഇടയായത്. ജെയിൻ അഗസ്റ്റിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. എനിക്കറിയാവുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് സാജു വടക്കൽ കേരള സമാജം സൗത്ത് ഫ്ലോറിഡ എന്ന സംഘടന കേരളത്തിലെ വിദേശ മലയാളികൾ, സൗത്ത് ഫ്ലോറിഡയിലുള്ള മലയാളികൾ ഏതാണ്ട് 500ഓളം മെമ്പേഴ്സ് വരുന്ന 500ഓളം കുടുംബാംഗങ്ങളുള്ള മലയാളി സംഘടന നിരവധി സാമ്പത്തിക സഹായങ്ങളും നിരവധി സഹായങ്ങളും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ ജോർജ് മാലിയും നേതൃത്വം നൽകുന്ന ജെയിംസ് മറ്റവും അതുപോലെ തന്നെ മോൻസി ജോർജ് നേതൃത്വം നൽകുന്ന കേരള സമാജം നമുക്ക് 2 വീൽ ചെയറുകൾ മുരിക്കാശ്ശേരി ലയൺസ് ക്ലബിന് വേണ്ടിയിട്ട് അവർ തരാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് മുന്നിൽ കാണുന്ന 2 വീൽ ചെയറുകളാണ്. ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടി ബെഡഡായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി അവരാണ് ഇന്ന് 2 വീൽ ചെയറുകൾ നൽകിയിട്ടുള്ളത്. ഞാൻ കേരള സമാജത്തെ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, അർഹതപ്പെട്ട ആർക്കും നമുക്ക് വീൽ ചെയറുകൾ കൊടുത്ത് അവരെ സഹായിക്കാൻ കഴിയും. 20ഓളം വീൽ ചെയറുകളാണ് സ്നേഹമന്ദിരത്തിൽ അവർ സാധനം. കേരള സമാജവും നവകേരളയും ഭൂമിക്ക് തരുന്ന എല്ലാ സംഭാവനകൾക്കും ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. അവര് ഈ പാൻഡമിക് സമയത്തും ഒത്തിരി നല്ല കാര്യങ്ങൾ കേരള സമാജത്തിന്റെ നടത്തിയിട്ടുണ്ട്. സൗത്ത് ഫ്ലോറിഡയിലെ എല്ലാ ജനങ്ങൾക്കും എന്റെയും സോമയുടെയും പേരിലുള്ള എല്ലാ ഐശ്വര്യ സമൃദ്ധിയും സമാധാനവും സന്തോഷവും സർവോപരി ആരോഗ്യദായകവുമായ ഒരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു. വിഭവസമൃദ്ധമായ ഓണസദ്യ നാം ആസ്വദിക്കുന്നതിന് മുമ്പേ തന്നെ കേരളത്തിലുള്ള അഗതികളായ അമ്മമാർക്ക് നമ്മൾ ഓണസദ്യ വിളമ്പി. ആ റിപ്പോർട്ടോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഈ ഓണാഘോഷം വിജയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച സ്പോൺസർമാർക്കും പ്രവർത്തകർക്കും ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. കേരള സമാജ സൗത്ത് ഫ്ലോറിഡ അംഗങ്ങളെ, പ്രസിഡന്റ് ജോർജ് മാലി സാർ, സംഘടനകളിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഹൃദയം നിറഞ്ഞ നല്ല ഒരു ഓണം ഞങ്ങൾക്കായി ഒരുക്കിയതിന് ഒരുപാട് നന്ദി. പ്രിൻസ് ചേട്ടനും ചേച്ചിയും കുട്ടികളും ഇനി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നല്ലൊരു ഓണക്കോടിയും ഓണസദ്യയും നിങ്ങളുടെ കരുതലിൽ ഞങ്ങൾ ഇന്നിവിടെ ഒരുക്കി. ഭക്ഷണം കഴിക്കാൻ നല്ല പ്ലേറ്റ് ലഭിച്ചു. ഇന്ന് അമ്മച്ചിമാരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ അലക്കുന്ന കല്ലിന്റെ ചുറ്റുപാടും പായയിലായിരുന്നു. മുകൾ വശം മേയാത്തതിനാൽ സൂര്യൻ ഉദിച്ചാലും മഴ പെയ്താലും ഒക്കെ അമ്മച്ചിമാർക്ക് അങ്ങോട്ട് അലക്കാൻ പോകാൻ പറ്റുമായിരുന്നില്ല. അവിടെ വെൽഡ് ചെയ്തു വരുന്ന നിങ്ങളുടെ നല്ല ഹൃദയത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. ഇന്ന് അമ്മച്ചിമാർക്ക് വലിയ സന്തോഷമായിരുന്നു. അതിന് കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഗോഡ് ബ്ലസ് യു.